മൂന്നാർ ദേവികുളത്ത് ഓടിക്കൊണ്ടിരുന്ന കാർ കാട്ടാന കുത്തിമറിച്ചു. കാസർഗോഡ് തളങ്കരയിൽ കാട്ടുപന്നി ആക്രമണത്തിൽ വിദ്യാർത്ഥിക്ക് പരുക്കേറ്റു. നെല്ലിയാമ്പതി ചുരം പാതയിൽ പുലി ഇറങ്ങി. കോട്ടയം ഇളങ്കാട്ടിൽ ചത്ത നിലയിൽ കണ്ടെത്തിയ പുലിയുടെ മരണകാരണം കഴുത്തിനേറ്റ മുറിവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ജനവാസ മേഖലയിലിറങ്ങിയ കാട്ടാന ദേവികുളത്ത് ഓടിക്കൊണ്ടിരുന്ന കാർ കുത്തിമറിച്ചു. തലകീഴായി മറിഞ്ഞ കാറിൽ നിന്ന് സഞ്ചാരികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. യുകെയിലെ ലിവർപൂളിൽ നിന്നെത്തിയ 4 സഞ്ചാരികളാണ് കാറിലുണ്ടായിരുന്നത്. സമീപത്ത് മേഞ്ഞിരുന്ന പശുവിനെ കാട്ടാനെ ആക്രമിച്ചു കൊന്നു. RRT എത്തി ആനയെ വനത്തിനുള്ളിലേക്ക് തുരത്തി. കല്ലാർ മാലിന്യ പ്ലാന്റിലാണ് പരുക്കുകളോടെ ഒറ്റക്കൊമ്പൻ എന്ന ആനയെ കണ്ടത്. പടയപ്പ എന്ന കാട്ടാനയുമായി ഏറ്റുമുട്ടിയപ്പോഴുണ്ടായ പരുക്കാണെന്നാണ് നിഗമനം. ആന വനംവകുപ്പിന്റെ നിരീക്ഷണത്തിലാണ്. കാസർഗോഡ് തളങ്കര സ്വദേശി യൂസഫിന്റെ മകൻ മുഹമ്മദ് ഷഹാമിനാണ് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരുക്കേറ്റത്. കൈക്കും കാലിനും പരുക്കേറ്റ വിദ്യാർത്ഥി കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നെല്ലിയാമ്പതി ചുരം പാതയിൽ ഇന്നലെ വൈകിട്ടോടെയാണ് പുലി ഇറങ്ങിയത്. ഏറെ നേരം പുലി റോഡിൽ തമ്പടിച്ചു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്ത് തിരച്ചിൽ നടത്തി. കോട്ടയം ഇളങ്കാട്ടിൽ ചത്ത നിലയിൽ കണ്ടെത്തിയ പുലിയുടെ പോസ്റ്റ്മോർട്ടം നടത്തി. കഴുത്തിനേറ്റ മാരകമായ മുറിവാണ് മരണകാരണം. മുറിവിൽ നിന്ന് ഇരുമ്പ് കമ്പി കണ്ടെത്തി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പുലിയുടെ ജഡം സംസ്കരിച്ചു. സംഭവത്തിൽ വനംവകുപ്പ് വിശദമായ അന്വേഷണമാണ് നടത്തുന്നത്. ന്യൂസ് ഡെസ്ക് 24. തൃശൂർ അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയെ പിടികൂടി ചികിത്സ നൽകുന്നത് വൈകും. ചികിത്സിക്കാനുള്ള കൂട് ബലപ്പെടുത്തുന്ന ജോലി പൂർത്തിയാകാത്തതാണ് കാരണം. അതേസമയം ഇന്ന് റോഡിലിറങ്ങിയ ആന വാഹനങ്ങൾ തടഞ്ഞു. ആനയുടെ പുതിയ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. ഇന്ന് രാവിലെ ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിന് സമീപം റോഡിലാണ് ആനയെ കണ്ടത്. KSRTC ബസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ 15 മിനിറ്റോളം തടഞ്ഞു. ഇന്നത്തെ ദൃശ്യങ്ങളിൽ ആനയെ കൂടുതൽ ക്ഷീണിതനായാണ് കാണുന്നത്. മസ്തിഷ്കത്തിലെ മുറിവിൽ അണുബാധ വർദ്ധിച്ചതായും നാട്ടുകാർ പറയുന്നു. ആനയെ മയക്കുവെടിവെച്ച് പിടികൂടിയാൽ അതിജീവിക്കാൻ 30% മാത്രമേ സാധ്യതയുള്ളൂ എന്നാണ് ഇന്നലെ വനംവകുപ്പ് ഉന്നതതല യോഗത്തിൽ ഡോക്ടർമാരുടെ സംഘം വ്യക്തമാക്കിയത്. എന്തായാലും പിടികൂടി ചികിത്സിക്കാൻ തന്നെയാണ് തീരുമാനം. കോടനാട് അഭയാരണ്യത്തിലെ കൂട് ബലപ്പെടുത്തുന്ന നടപടികൾ ഇന്ന് ആരംഭിച്ചു. 3 ദിവസം കൊണ്ട് ഈ ജോലികൾ പൂർത്തിയാക്കി ഉടൻ ദൗത്യം തുടങ്ങാനാണ് വനംവകുപ്പിന്റെ നീക്കം. അതേസമയം തിങ്കളാഴ്ച കുങ്കിയാനകളെ ഉൾപ്പെടെ അതിരപ്പള്ളിയിലേക്ക് എത്തിക്കാനാണ് സാധ്യത. കൂടിന്റെ ജോലികൾ പൂർത്തിയായാൽ ഡോക്ടർ അരുൺ സക്കറിയ ഉൾപ്പെടുന്ന സംഘം അതിരപ്പള്ളിയിലെത്തും. അടുത്തയാഴ്ച തന്നെ ദൗത്യമുണ്ടാകുമെന്നാണ് CCF വ്യക്തമാക്കിയത്. 24 തൃശൂർ.